ഏറെക്കാലമായി ഇടഞ്ഞു നിൽക്കുന്ന സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ഉള്ളം കയ്യിലെടുക്കാനുള്ള പ്രഖ്യാപനങ്ങളും ഇന്ന് നമ്മൾ കണ്ടു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അവയ്ക്കൊക്കെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സർക്കാർ ജീവനക്കാർക്കായി നടത്തിയത് വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങളാണോ? ആകാശ് ശ്രദ്ധിച്ച് ചോദിക്കും ആ ചോദ്യം. അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ അവസാന ബജറ്റും പൂർത്തിയായിരിക്കുകയാണ്. കെ.എൻ. ബാലഗോപാൽ പറഞ്ഞ പോലെ ഇത്തവണ പ്രായോഗിക ബജറ്റ് ആയിരുന്നോ? സർക്കാർ ജീവനക്കാർക്ക് വീണ്ടും വാരിക്കോരി ആനുകൂല്യങ്ങൾ കൊടുത്തിരുന്നോ എന്നീ കാര്യങ്ങൾ പൊതുജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് പറയുകയാണെങ്കിൽ ഉടായ്പാണ് കംപ്ലീറ്റ്. ഇതിപ്പം മൂന്നാം തവണ അധികാരത്തിലെത്താനുള്ള ഒരു തരത്തിലുള്ള ഉടായ്പം കൊണ്ട് നടക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും ജനങ്ങൾ മുഖവരിക്ക് എടുക്കുമെന്ന്. ബജറ്റ് ഏതായാലും ഈ ഗവൺമെൻറ് അവസാനത്തെ ബഡ്ജറ്റല്ലേ, എന്തായാലും ജനകീയ ബഡ്ജറ്റ് ആയിരിക്കും. അടുത്ത തെരഞ്ഞെടുപ്പിനും കൂടി ലക്ഷ്യം വെച്ചിട്ടുള്ള ബഡ്ജറ്റല്ലേ. ഗവൺമെൻറ് ജോലിക്കാർക്ക് പൊതുവെ ഏത് മേഖലയിലും ശമ്പളം കൂട്ടിക്കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ജയിൽ പുള്ളികൾക്ക് വരെ സമരവർദ്ധനയാണ് പറയുന്നത്. സാധാരണക്കാർക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നല്ല പ്രയാസങ്ങളുമാണ്. പിന്നെ എല്ലാ സാധനങ്ങൾക്കും ഉപ്പ് മുതൽ കുരുമുളക് വരെ നല്ല വില കൂടിയിട്ടാണ്. ഇപ്പോൾ ഒരു 10 വർഷമായില്ലേ. സാധാരണക്കാർക്ക് ഇതുവരെ ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. ഉള്ളവർക്ക് തന്നെയാണ് അവർക്ക് ഉപകാരങ്ങളും ഉള്ളൂ. അല്ലാണ്ട് സാധാരണക്കാർ അന്നൊന്ന് ജോലി ചെയ്ത് അവർക്ക് ജീവിക്കുക. അല്ലാണ്ട് എന്താ ഉള്ളത്, നമ്മുടെ പൈസയും കൊണ്ട് അവർ വേറുള്ളവർക്ക് ഒരേ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നു. നമുക്കൊരു ആനുകൂല്യങ്ങളൊന്നുമില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോഴും സർക്കാർ ജീവനക്കാർക്ക് DA വർദ്ധിപ്പിക്കുമ്പോഴും സാധാരണക്കാരെ സർക്കാർ കാണുന്നില്ല എന്നാണ് പൊതുജനങ്ങൾക്കും പറയാനുള്ളത്. കോഴിക്കോട് നിന്നും ആകാശ്, ന്യൂസ് മലയാളം.